ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു തുടർന്നതിന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എന്തിനാണ് ഫോമിൽ നോ വാലിഡേറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, നോ വാലിഡേറ്റ് അതായത് നമുക്ക് ഫോമിൽ വരുന്നൊരു മറ്റൊരു ആട്രിബ്യൂട്ട്സ് ആണ് നോ വാലിഡേഷൻ. ഓക്കെ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇപ്പോൾ ഈ ഫോം ഞാൻ ഇവിടുന്ന് സേവ് ചെയ്ത് ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇമെയിൽ ഐ ഡിയും കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് നമുക്കിതുപോലെ ഈ ഫോമിലേക്ക് അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത രണ്ടാമത്തെ പേജിലേക്ക് ഇതുപോലെ വാല്യൂ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്ത ഫസ്റ്റ് എന്ന നെയിമും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നമുക്ക് മറ്റൊരു പേജിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ നെയിമിൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ വന്ന് ഇമെയിൽ ഐ ഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ ശരിയായിട്ടുള്ള അല്ലാത്തൊരു ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുത്ത് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതായത് കറക്റ്റായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ആവശ്യങ്ങളും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ മുമ്പൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ട ഫീൽഡിൽ തെറ്റായ എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും വരിക. ഓക്കെ, എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഇമെയിൽ ഐ ഡി ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുത്ത് നമുക്ക് അടുത്ത പേജിലേക്ക് പോകേണ്ടി വരുന്ന ചില ഫോമുകൾ തയ്യാറാക്കുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നോ വാലിഡേറ്റ്. ഓക്കെ, ഈ നോ വാലിഡേറ്റ് എന്ന ആട്രിബ്യൂട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫോം നെയിമും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമെയിൽ ഐ ഡി ഏത് രൂപത്തിലാവട്ടെ ആ ഇമെയിൽ ഐ ഡി കൊടുത്ത് സബ്മിറ്റ് ചെയ്താലും നമുക്കത് മറ്റൊരു പേജിലേക്ക് അതല്ലെങ്കിൽ നമ്മൾ ഏത് പേജിലേക്കാണോ അല്ലെങ്കിൽ ഏത് സെർവറിലേക്കാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നേരിട്ട് പോകാൻ കഴിയും. അതായത് നമ്മുടെ ഫോം വാലിഡേഷനൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയാണ് നോ വാലിഡേറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ഒരു ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം എന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻപുട്ട് ഫീൽഡുകളിൽ ഇൻപുട്ട് ഫീൽഡ് പല രൂപത്തിൽ വരുന്നുണ്ട്. ഇമെയിൽ ഐ ഡി, URL, ഫോൺ നമ്പർ, അതുപോലെ തന്നെ പല ഇമെയിൽ ഇൻപുട്ട് ഫീൽഡുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു നെയിം എന്ന ഭാഗം കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ നെയിം ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അടുത്തതായി പറയാം. ഓക്കെ, നോ വാലിഡേറ്റ് എന്ന ഭാഗം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ നെയിം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നെയിം ഞാൻ അത് ഞാൻ മാറ്റി നെയിം എന്ന് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇമെയിൽ ഐ ഡി. ഓക്കെ, ഇതാണ് നമുക്ക് മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ സെർവറിലേക്കോ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായും PHP അതേപോലെ തന്നെ സെർവർ ബേസ്ഡ് വെബ് ആപ്ലിക്കേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ടും വരുന്ന ഒരു ഫംഗ്ഷനാണ് നെയിം. ഓക്കെ, ഈ നെയിം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മളെ URL കാണാൻ കഴിയും. നെയിം എന്ന സ്ഥാനത്ത് നമ്മൾ എന്താണോ പേര് കൊടുത്തത് അതും ഇമെയിൽ ഐ ഡി എന്ന സ്ഥാനത്ത് നമ്മൾ എന്താണോ ഇമെയിൽ ഐ ഡി ചേർത്ത് കൊടുത്തത് അതും നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ കൊടുക്കുന്ന വാല്യൂവിൽ നമ്മൾ പെയറായിട്ട് അതായത് ഒരു നെയിമും ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ ഏതാണോ ചേർത്ത് കൊടുത്തത് ആ വാല്യൂമായിരിക്കും അടുത്ത പേജിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഒരു വാല്യൂവിനെ തിരിച്ചറിയാൻ ആ ഫീൽഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേകം പേരിനെയാണ് അല്ലെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഐഡൻറ്റിഫയറിനെയാണ് നമ്മൾ നെയിം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിൽ വേണമെന്നതിൽ ചേർത്ത് കൊടുക്കാം. അതായത് ഇന്ന രൂപത്തിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ എന്നൊന്നും ഇതിനില്ല. നമുക്ക് നെയിം എന്നോ ഇമെയിൽ എന്നോ അതല്ലെങ്കിൽ എന്താണോ നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അവിടെ ഡിഫാൾട്ടായിട്ടൊരു വാല്യൂ, അതായത് നമുക്കിവിടെ ഇന്ന പേര് തന്നെ ഡിഫാൾട്ടായിട്ട് വരണം. അതായത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വരുന്ന ഒരു യൂസർക്ക് അവിടെ ഇന്ന വാല്യൂ ആയിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇന്ന വാല്യൂ ആണ് അവിടെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അടുത്തത് പറയാൻ പോകുന്ന വാല്യൂ എന്ന മെത്തേഡ്. ഓക്കെ, വാല്യൂ എന്ന ഭാഗത്ത് നമുക്കിവിടെ എന്താണോ ഇതിന് വാല്യൂ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ
ഇമെയിൽ ID എന്ന ഭാഗത്തും ഇതിന് നമുക്ക് വേണ്ട വാല്യൂ എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഇതിന് രണ്ടിനും വാല്യൂ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കൊടുത്ത വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്ക് ഒഴിവാക്കി പുതിയ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഇതൊന്ന് ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും അതേ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് വരിക. ചില സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ വാല്യൂ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇങ്ങനെ വാല്യൂ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം. പാസ്വേഡ് എന്ന ഭാഗത്ത് ഒരിക്കലും നമ്മൾ വാല്യൂ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് എന്ന ഭാഗം ചേർത്ത് കൊടുക്കണമെങ്കിൽ അവിടെ ജസ്റ്റ് വാല്യൂ എന്ന ഭാഗത്ത് ഡബിൾ കൊട്ടേഷൻ ആയിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഭാഗത്ത് നമ്മൾ നെയിം എന്നത് നമ്മൾ പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ID നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി. അതേപോലെ തന്നെ ഇവിടെ വാല്യൂ എന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ മാത്രമേ ഇട്ട് കൊടുക്കൂ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് പാസ്വേഡിനായിട്ട് വാല്യൂ ഒന്നും സാധാരണ ഡിഫോൾട്ടായിട്ട് ചേർത്ത് കൊടുക്കാറില്ല. ഓക്കെ, പിന്നീട് നമ്മൾ ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ നെയിമിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിവിടെ വന്ന് ഇതിൻ്റെ നെയിം ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ടെക്സ്റ്റ് എന്ന രൂപത്തിൽ മാത്രം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഇമെയിൽ ID യും അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് നെയിം ഒന്നും കൊടുക്കാതെ ടൈപ്പ് മാത്രം ചേർത്ത് കൊടുത്തു. അതേപോലെ പാസ്വേഡും നമ്മൾ ടൈപ്പ് ഒന്നും ചേർത്ത് കൊടുക്കാതെ ജസ്റ്റ് പാസ്വേഡ് എന്നും ചേർത്ത് കൊടുത്തു. അടുത്തൊരു പേജിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ നമ്മളിവിടെ ആക്ഷനും നമ്മളിവിടുന്ന് ഒഴിവാക്കി. ഇപ്പോൾ ഈ പേജ് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു പേജിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുത്ത ഫോം വർക്ക് ചെയ്യണമെങ്കിലോ അതിന് നമുക്ക് വ്യക്തമായും ഒരു നെയിം ചേർത്ത് കൊടുക്കണം. വാല്യൂ നമ്മൾ ആ ടെക്സ്റ്റ് ഫീൽഡിൽ എന്താണോ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.